ഇനി അടുത്ത നമുക്ക് പേജ് നമ്പർ 71 എക്സസൈസ് പ്രോബ്ലത്തിലെ മൂന്നാമത്തെ പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ സം ഓഫ് ഓൾ ദ മൾട്ടിപ്പിൾസ് ഓഫ് 9 എമംഗ് ദ 3-digit നമ്പേഴ്സ്. അതായത് 9ന്റെ എല്ലാ മൾട്ടിപ്പിൾസിന്റെയും, അതായത് 3 ഡിജിറ്റ്സിന്റെ എല്ലാ മൾട്ടിപ്പിൾസിന്റെയും സമ്മ് കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞേക്കണത്. അപ്പോ 3 ഡിജിറ്റ്സ് ഉള്ള 9ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? അപ്പൊ ഫസ്റ്റ് നമ്പർ നമുക്ക് ആദ്യം കണ്ടുപിടിച്ചാൽ മതി അല്ലെ. അപ്പൊ 9ന്റെ മൾട്ടിപ്പിൾസ് എങ്ങനെയാണ് കണ്ടുപിടിക്കണം? അതായത് ഒരു 3-digit നമ്പർ 123, ഈ ഇതില് ഡിജിറ്റ്സ് എല്ലാം കൂടി പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 9 കിട്ടണം അല്ലെ. അപ്പൊ ഇതിലെ ഡിജിറ്റ്സ് 1 2 3 ആണ്. 1 + 2 3, 3 + 3 6 ആണ് കിട്ടണത്. അപ്പൊ ഇതെന്തല്ല? 9ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പൊ നമുക്ക് ഫസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ നമ്പർ ഏതാണ് കിട്ടേണ്ടത്? ആ 3 ഡിജിറ്റ്സ് പ്ലസ് ചെയ്യുമ്പോൾ 9 കിട്ടണമെന്നുണ്ടെങ്കിൽ ഏത് നമ്പർ വരണം? 108 വേണം. 1ഉം 8ഉം അല്ലെ. 100 മുതൽ തുടങ്ങും 3 ഡിജിറ്റ്. 101, 102. ഇതിൽ നമുക്കറിയാം 108 പ്ലസ് ചെയ്യുമ്പോഴാണ്, 108 എന്ന് പറഞ്ഞ നമ്പറിലെ ഡിജിറ്റ് പ്ലസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? 9 കിട്ടുള്ളൂ. ബാക്കിയെല്ലാം പ്ലസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മുകളിലുള്ളതാണ് കിട്ടുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്പർ എത്രയാണ്? 108 ആണ്. 108 ആണെങ്കിൽ അടുത്ത നമ്പർ എത്രയായിരിക്കും? 9 പ്ലസ് ചെയ്താൽ മതി ഇതിനൊപ്പം അല്ലെ. 9ന്റെ മൾട്ടിപ്പിൾസ് അല്ലേ. അടുത്ത നമ്പർ ഇതിനൊപ്പം 9 പ്ലസ് ചെയ്യുമ്പോൾ 117 കിട്ടും. നെക്സ്റ്റ് നമ്പർ എത്ര കിട്ടും? 126 കിട്ടും. അങ്ങനെ അങ്ങനെ പോയി ഏറ്റവും അവസാനം എത്ര കിട്ടും? 999 കിട്ടും അല്ലെ. അത് അപ്പൊ ഇത് പ്ലസ് ചെയ്യുമ്പോൾ 9ന്റെ മൾട്ടിപ്പിൾസ് ആയാലും മതി. അപ്പൊ പ്ലസ് ചെയ്യുമ്പോൾ 9 പ്ലസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3 9s 27 കിട്ടും. ഇത് 9ന്റെ മൾട്ടിപ്പിൾ ആണ്. ഈ രണ്ട് ഡിജിറ്റ് തമ്മിൽ പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 9 കിട്ടും. 2 + 7 9. ഓക്കെ. അപ്പൊ 9 മാത്രമല്ല, 9ന്റെ മൾട്ടിപ്പിൾ ഏതെങ്കിലും ആയാലും മതി. ഇപ്പൊ 27, കാരണം 9ന്റെ മൾട്ടിപ്പിൾസിൽ എല്ലാ ഡിജിറ്റ്സും പ്ലസ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് 9 തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെ പോയി. അപ്പൊ ഇതാണ് 9ന്റെ മൾട്ടിപ്പിൾസിന്റെ ഒരു സീക്വൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇതിന്റെ സമ്മ് കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് സീക്വൻസ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സമ്മ് കണ്ടുപിടിക്കാനായിട്ട് ഇക്വേഷൻ ആണ്, സുഖമാണ്, ഈസിയാണ് അല്ലെ. നമുക്കറിയാം സമ്മിന്റെ ഇക്വേഷൻ എന്താ നമ്മൾ പഠിച്ചത്? n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ആണ് അല്ലെ. ഇതിൽ എത്ര നമ്പേഴ്സ് ഉണ്ട് എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കും? ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം. ലാസ്റ്റ് ടേം 999 മൈനസ് 108 ചെയ്യുമ്പോൾ 891 കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുക? ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ചെയ്തിട്ട് അതിനെന്ത് ചെയ്യണം? കോമൺ ഡിഫറൻസ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. കോമൺ ഡിഫറൻസ് 9 ആണ്. ഇവിടെ 9ന്റെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പൊ കോമൺ ഡിഫറൻസ് 9. കോമൺ ഡിഫറൻസ് ഡിവൈഡ് ചെയ്യുമ്പോൾ 89ലെ 9 ടൈംസ് ബാക്കി 8, 81ലെ അഗെയിൻ 9 ടൈംസ്. അപ്പൊ എത്ര കിട്ടും? 99 കിട്ടും. അതിനുശേഷം എന്ത് ചെയ്യുക? 1 വെച്ചിട്ട് പ്ലസ് ചെയ്യുക. അപ്പൊ എത്ര കിട്ടും? 100. ഇതാണ് എന്ന് പറഞ്ഞത്. അതായത് ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് ചെയ്തിട്ട് ഒരു 1ഉം കൂടി പ്ലസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എന്നിന്റെ വാല്യൂ കിട്ടും. ഓക്കെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതുപോലത്തെ പ്രോബ്ലം ചെയ്തു. ഫസ്റ്റ് ടേം എഫ് ആണ്. ഓക്കെ. ഇതുപോലത്തെ പ്രോബ്ലം ചെയ്തതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത്? ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ചെയ്തപ്പോൾ 891 കിട്ടി. അതിനെ കോമൺ ഡിഫറൻസ് നമുക്കറിയാം 9 ആണ്. 9 വെച്ചിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 19 കിട്ടി. അതിനോട് 1 പ്ലസ് ചെയ്തപ്പോൾ എന്നിന്റെ വാല്യൂ 100 കിട്ടി. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ s is equal to എന്ന് പറഞ്ഞാൽ 100/2. ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ 108 പ്ലസ് 999. ഓക്കെ. അപ്പൊ ഇനി ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്യാം. s is equal to 100/2 ഇൻറ്റു 9 + 8 17, 9 + 1 0, 11, 1107 കിട്ടും. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഈ 100ഉം ഇതും കൂടി ഇൻറ്റു ചെയ്യാം. അതായിരിക്കും എളുപ്പം. അപ്പൊ 110700 100 വെച്ച് ഇൻറ്റു ചെയ്യുമ്പോൾ 2 0 ഇട്ട് കൊടുത്താൽ മതി. /2. ഇനി കട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 11ൽ 2 5 ടൈംസ് ക്യാരി 1 അഗെയിൻ 5 ടൈംസ് 7ൽ 3 ടൈംസ് 10, 10ൽ 5 ടൈംസ് 0.
അപ്പൊ ആൻസർ 55350 കിട്ടും. 55,350. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, the nth term of the arithmetic sequences are given below. Find the sum of first n terms of each. അതായത് nth ടേംസ് തന്നിട്ടുണ്ട്, അതായത് സമ്മ് കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ആദ്യത്തെ nth ടേം എന്താ വന്നേക്കണത്? 2n + 3 ആണ് വന്നേക്കണത്. എന്നിട്ട് ആദ്യത്തെ n ടേംസിന്റെ സീക്വൻസ് കണ്ടുപിടിച്ചിട്ട് അതിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ. എത്ര ടേംസ് എന്നൊന്നും പറഞ്ഞിട്ടില്ല, n ടേംസിന്റെ സീക്വൻസ് കണ്ടുപിടിക്കാനായിട്ടാണ്. ആദ്യത്തെ 25 ടേംസ്, 10 ടേംസ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ആദ്യത്തെ n ടേംസിന്റെ സീക്വൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കണം. അപ്പൊ നമുക്കറിയാം സമ്മിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? സമ്മ് കണ്ടുപിടിക്കാനല്ലേ പറഞ്ഞേക്കണം. സമ്മിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ആണ്. അപ്പൊ ഇതിൽ നമുക്ക് ഫസ്റ്റ് ടേം ഇല്ല അല്ലെ? അപ്പൊ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാനായിട്ട് n എന്നുള്ളത് മാറ്റേണ്ട ആവശ്യമില്ല. കാരണം ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? n ടേംസിന്റെ കണ്ടുപിടിക്കാനായിട്ടാണ്. അപ്പൊ ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? nth ടേം ആണ്. ലാസ്റ്റ് ടേം ഈസ് ഈക്വൽ ടു xn ആണ്. അതായത് 2n + 3n ആണ്. ഇനി n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? n തന്നെയാണ്. ഇനി ഫസ്റ്റ് ടേം നമുക്ക് കണ്ടുപിടിക്കണം, അതായത് x1 കണ്ടുപിടിക്കണം. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ x1 ആണ്. അതായത് n-ന് എന്ത് കൊടുക്കണം? നമ്മൾ 1 കൊടുക്കണം. ലാസ്റ്റ് ടേം xn ആയതുകൊണ്ടിട്ട് n-ന് n തന്നെയാണ് കൊടുക്കുന്നത്. അപ്പൊ 2n + 3 എഴുതാൻ പറ്റുള്ളൂ നമുക്ക്. അപ്പൊ ഫസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 1 + 3. 2 അങ്ങനെ തന്നെ എഴുതി, n-ന് 1 കൊടുത്തു +3. അപ്പൊ 2 + 3 = 5. അപ്പൊ ഫസ്റ്റ് ടേം എത്ര കിട്ടും? 5 കിട്ടും. അപ്പൊ ഇനി എന്ത് ചെയ്യാം? നമുക്ക് സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ ഇക്വേഷനിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ഇതെല്ലാം കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ s ഇസ് ഈക്വൽ ടു n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? n തന്നെയാണ്. n നമ്പേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് ടേം എത്രയാണ്? 5 ആണ്. ലാസ്റ്റ് ടേം എത്രയാണ്? 2n + 3 ആണ്. ഓക്കെ, ഈക്വൽ ടു n/2 ഇൻറ്റു 5 + 3 8. അപ്പൊ 2n + 8 വരും. ഇനി നമുക്ക് ഇതിൽ രണ്ടിൽ നിന്ന് 2 കോമൺ ആണ്. 2 കോമൺ ആയിട്ട് പുറത്തെടുക്കാം അല്ലെ? അപ്പൊ എന്ത് വരും? n/2 ഇൻറ്റു 2 ഇൻറ്റു ഇതിൽ നിന്ന് 2 പോയി കഴിഞ്ഞാൽ ബാക്കി n പ്ലസ് ഇവിടെ 8 2 പോയി കഴിഞ്ഞാൽ ബാക്കി 4. ഇനി എന്ത് ചെയ്യാം? ഈ 2ഉം 2ഉം കട്ട് ചെയ്യാം. അപ്പൊ ബാക്കി എത്ര കിട്ടും? n ഇൻറ്റു n + 4 കിട്ടും. ഇനി ഇത് എന്ത് ചെയ്യാം? n-നെ നമുക്ക് ഉള്ളിലോട്ട് ഇൻറ്റു ചെയ്യാം. ഓക്കെ, അപ്പൊ n-നെ ഉള്ളിലോട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ഈ n എന്ന് പറഞ്ഞത് n-നും 4-നും കൂടി ഉള്ളതാണ്. അപ്പൊ n ഇൻറ്റു n n² പ്ലസ് 4 ഇൻറ്റു n 4n ഇങ്ങനെ കിട്ടും. ഇതാണ് സമ്മിന്റെ ഇക്വേഷൻ. സമ്മിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എപ്പോഴും സ്ക്വയറിന്റെ ഫോമിലായിരിക്കും. nth ടേം കണ്ടുപിടിക്കുമ്പോൾ n നമ്പേഴ്സ് ആണെങ്കിൽ നമ്മൾ എപ്പോഴും n നമ്പേഴ്സ് ആണെങ്കിൽ ഇവിടെ n ഉണ്ടാവും, ഉള്ളിലും n ഉണ്ടാവും. അതുകൊണ്ടിട്ട് എപ്പോഴും നമുക്ക് എന്ത് കിട്ടും? n² കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 3n + 2. അപ്പൊ ഇതിലും എന്താണ്? xn എന്നുള്ളത് എന്താണ്? 3n + 2 ആണ്. ലാസ്റ്റ് ടേം ഈക്വൽ ടു ലാസ്റ്റ് ടേമും ഫസ്റ്റ് ടേമും ആണ് നമുക്ക് ഇതിൽ വേണ്ടത്. ഇനി ഫസ്റ്റ് ടേം ഈക്വൽ ടു എത്രയാണ്? x1 അല്ലെ? അതായത് n-ന് 3 കൊടുക്കുക. 3 അങ്ങനെ തന്നെ എഴുതി ഇൻറ്റു n എന്ന് പറഞ്ഞാൽ 1 + 2 ഈക്വൽ ടു 3 + 2 തന്നെ വരും. 5 തന്നെ കിട്ടും നമുക്ക് ഇതിൽ ഫസ്റ്റ് ടേം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സമ്മിന്റെ ഇക്വേഷൻ. സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ സമ്മിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ഈക്വൽ ടു n എന്ന് പറഞ്ഞാൽ ഇതിൽ n തന്നെയാണ്. n/2 ഇൻറ്റു ഫസ്റ്റ് ടേം എത്രയാണ്? 5 ആണ്. പ്ലസ് ലാസ്റ്റ് ടേം എത്രയാണ്? 3n + 2. ഓക്കെ, ഈക്വൽ ടു n/2 ഇൻറ്റു 3n പ്ലസ് എത്ര കിട്ടും? 7 കിട്ടും. ഓക്കെ, ഇനി ഇതിൽ കോമൺ ആയിട്ട് ഒന്നും പുറത്തെടുക്കാനില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആ n/2-നെ ഉള്ളിലോട്ട് ഇൻറ്റു ചെയ്യാം. ഈ n/2 എന്നുള്ളത് രണ്ടുപേർക്കും കൂടി ഉള്ളതാണ്. അപ്പോൾ ഈക്വൽ ടു n/2 ഇൻറ്റു
3n എന്ന് പറഞ്ഞാൽ എന്ത് വരും? 3 ഉണ്ട്, 2n ഉള്ളത് കൊണ്ടിട്ട് n² ഇട്ട് ഒരു /2 ഉണ്ട്. ഓക്കെ, പ്ലസ് ഇനി 7 ആയിട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 7 ഉണ്ട്, n ഉണ്ട്, /2 ഉണ്ട് ഇവിടെ. അപ്പൊ ഇതാണ് ഈ സമ്മിന്റെ ഈ nth ടേമിന്റെ സം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അടുത്ത ക്വസ്റ്റ്യൻ 2n - 3. അപ്പൊ ഇതില് xn എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2n - 3 തന്നെ. x1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ n-ന് 1 കൊടുക്കുക. അപ്പൊ 2 × 1 - 3, അതായത് 2 - 3. 2 - 3 എന്ന് പറയുമ്പോൾ വലുതിന്ന് ചെറുത് മൈനസ് ചെയ്തിട്ട് വലുതിന്റെ സൈൻ -1. ഓക്കെ, പിന്നെ സമ്മിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ഈക്വൽ ടു n/2 എത്രയാണ്? n/2 അങ്ങനെ തന്നെ എഴുതാം. ഫസ്റ്റ് ടേം -1 പ്ലസ് ഇത് 2n - 3 ഈക്വൽ ടു n/2 ഇൻറ്റു 2n അങ്ങനെ തന്നെ എഴുതാം. ഇനി -1 - 3 എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടിന്റെയും സൈൻ ഒരുപോലെയാണ്. ഒരേപോലത്തെ സൈൻ വന്നാൽ പ്ലസ് ചെയ്തിട്ട് അതേ സൈൻ 1ഉം 3ഉം പ്ലസ് ചെയ്യുമ്പോൾ 4 കിട്ടും. അതേ സൈൻ എന്ന് പറയുമ്പോൾ അവരുടെ സൈൻ മൈനസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ രണ്ടിൽ നിന്നും 2 പുറത്തെടുക്കാം, അല്ലെങ്കിൽ n/2 അങ്ങനെ തന്നെ ഇൻറ്റു ചെയ്തിട്ട് കട്ട് ചെയ്താലും മതി. എങ്ങനെയാണെങ്കിൽ ചെയ്യാം. ഇപ്പൊ രണ്ടിലും 2 കോമൺ ആയതുകൊണ്ടിട്ട് ഞാൻ ഇതിൽ നിന്ന് 2 പുറത്തെടുക്കാൻ പോണെയാണ്. അപ്പൊ 2 പുറത്തോട്ട് എടുക്കുമ്പോൾ ഇവിടെ 2 പോയാൽ ബാക്കി എത്ര ഉണ്ട്? n ഉണ്ട്, മൈനസ് ഇവിടെ 2 പോയാൽ ബാക്കി എത്ര ഉണ്ട്? 2 ഉണ്ട്. ഈ 2ഉം 2ഉം കട്ട് ചെയ്തത്. അപ്പോൾ n × n - 2 എന്ന് വരും. ഇൻറ്റു ചെയ്യുമ്പോൾ ഈ n-നെ കൊണ്ട് രണ്ടും ഇൻറ്റു ചെയ്യുക. n × n, n² മൈനസ് അങ്ങനെ തന്നെ ഇടുക. n × 2, 2n. അപ്പോൾ n² - 2n എന്ന് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ n is equal to 3n - 2 nth ടേം. അപ്പൊ നമുക്ക് നേരത്തെ കണ്ടുപിടിച്ച പോലെ ലാസ്റ്റ് ടേം xn കണ്ടുപിടിക്കാം. xn 3n - 2 തന്നെ. x1 കണ്ടുപിടിക്കാം. 3 × n1 - 2. 3 1s are 3 - 2. 3 - 2 1. ഓക്കെ, ഇനി സം is equal to n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ഈക്വൽ ടു n/2 ഇൻറ്റു ഫസ്റ്റ് ടേം എത്രയാണ്? 1 പ്ലസ് ലാസ്റ്റ് ടേം 3n - 2. ഓക്കെ, ഈക്വൽ ടു n/2 ഇൻറ്റു 3n അതുപോലെ തന്നെ എഴുതാം. 1 - 2 അല്ലെ, രണ്ടും വേറെ വേറെ സൈനാണ്. അപ്പൊ വലുതിന്ന് ചെറുത് മൈനസ് ചെയ്തിട്ട് വലുതിന്റെ സൈൻ. 2ന്ന് 1 മൈനസ് ചെയ്യുമ്പോൾ 1. വലുത് ഏതാണ്? 2 ആണ്. 2ന്റെ സൈൻ ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ n/2നെ ഇത് രണ്ടും വെച്ചിട്ടും ഇൻറ്റു ചെയ്യാം. അപ്പൊ n/2 ഇൻറ്റു 3n എന്ത് വരും? ഒരു 3 ഉണ്ട്, 2n ഉണ്ട്, n² /2 മൈനസ് ഇനി n/2 ഇൻറ്റു 1 n/2 തന്നെ. ഇതാണ് ഈ nth ടേമിന്റെ സമ്മ്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത സെറ്റ് 5ാമത്തെ പ്രോബ്ലമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇസ് the sum of the first n terms of the some arithmetic sequences are given below. Find the nth term of each. അപ്പോൾ ഇതിൽ എന്താ കണ്ടുപിടിക്കേണ്ടത്? nth term ആണ് കണ്ടുപിടിക്കേണ്ടത്. സമ്മ് തന്നിട്ടുണ്ട്, nth term കണ്ടുപിടിക്കണം. അതായത് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇതിൽ ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമുക്ക് സമ്മാണ് കണ്ടുപിടിക്കേണ്ടിരുന്നത് nth term തന്നിട്ട്. ഇവിടെ എന്താണ്? സമ്മ് തന്നിട്ടുണ്ട്, nth term കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ n² + 2n.
അപ്പോൾ നമുക്കറിയാം nth ടേം കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താണ്? xn ഇസ് ഈക്വൽ ടു an പ്ലസ് ബി ആണ് അല്ലേ? ഇതിൽ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കോമൺ ഡിഫറൻസ് ആണ്. ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ് ആണ്. അപ്പോൾ അതായത് നമുക്ക് ഇതിൽ എന്തൊക്കെ വേണം? കോമൺ ഡിഫറൻസ് വേണം, ഫസ്റ്റ് ടേമും വേണം അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് എൻ തന്നിട്ടുണ്ട്. എത്രയാണ്? സം തന്നിട്ടുണ്ട് n സ്ക്വയർ പ്ലസ് 2n. ഇതിൽ നമുക്ക് xn അല്ല, ഇത് എന്താണ്? സമ്മാണ് അല്ലേ? എൻ ആണ്. അപ്പോൾ ഈ എൻ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഫസ്റ്റ് ടേമിൻ്റെ ഓരോന്നിൻ്റെ സമ്മ്, അതായത് S1 കണ്ടുപിടിക്കാം. ആദ്യത്തെ ടേമിൻ്റെ സമ്മ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് ടേം കിട്ടും. അപ്പോൾ S1 കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? എന്നിന് 1 എന്ന് കൊടുക്കാം. 1 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 1 ഈക്വൽ ടു എത്ര കിട്ടും? 1 പ്ലസ് 2 ഈക്വൽ ടു 3 കിട്ടി. അതായത് എൻ ഫസ്റ്റത്തെ ടേമിൻ്റെ സം എന്ന് പറയുമ്പോൾ എന്താണ്? ഫസ്റ്റത്തെ ടേം മാത്രമേ ഉള്ളൂ. അതായത് ഫസ്റ്റ് ടേം നമുക്ക് എന്ത് കിട്ടി? 3 കിട്ടി. ഓക്കെ. ഇനി S2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഫസ്റ്റ് ടേം പ്ലസ് സെക്കൻഡ് ടേം ആണ്. ഇപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? x1 ആണ് അല്ലേ? സെക്കൻഡ് ടേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? x2 ആണ്. അതായത് S2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും തമ്മിലുള്ള സമ്മാണ് S2 സം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? 2 എന്ന് കൊടുക്കാം. n സ്ക്വയർ പ്ലസ് 2n ഇസ് ഈക്വൽ ടു എത്ര കിട്ടും? 2 കൊടുക്കുമ്പോൾ 2 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 2, അതായത് 4 പ്ലസ് 4 കിട്ടും 8. അതായത് S2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഫസ്റ്റ് ടേമിൻ്റെയും സെക്കൻഡ് ടേമിൻ്റെയും സമ്മാണ്. ഓക്കെ. അപ്പോൾ ഇതിൽ നമുക്ക് ഇതിൽ ഫസ്റ്റ് ടേമിൻ്റെ സെക്കൻഡ് ടേമിൻ്റെ സമ്മ് നമുക്ക് എത്ര കിട്ടി? 8 കിട്ടി അല്ലേ? അപ്പോൾ ഇതിൽ സെക്കൻഡ് ടേം നമുക്ക് കണ്ടുപിടിക്കാം. ഫസ്റ്റ് ടേം എത്രയാണ്? ഫസ്റ്റ് ടേം നമ്മളിവിടെ കണ്ടുപിടിച്ചു, 3 ആണെന്ന് കണ്ടുപിടിച്ചു. ഇനി സെക്കൻഡ് ടേം, അപ്പോൾ ഫസ്റ്റ് ടേം 3 ആണെങ്കിൽ സെക്കൻഡ് ടേം എത്രയായിരിക്കും? 5 ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? x2 എന്നുള്ളത് 5 കിട്ടി. സെക്കൻഡ് ടേമും കിട്ടി 5. ഓക്കെ. അപ്പോൾ ഇതെന്തിനാണ് സെക്കൻഡ് ടേമും ഫസ്റ്റ് ടേമും കണ്ടുപിടിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം? സെക്കൻഡ് ടേമും ഫസ്റ്റ് ടേമും വേണം. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ചെയ്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? കോമൺ ഡിഫറൻസ് കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ. ഫസ്റ്റ് രണ്ട് സമ്മിൻ്റെ ഇക്വേഷൻ തന്നത് കൊണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്ത്? S1ഉം S2ഉം കണ്ടുപിടിച്ചു. അതിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ ഇക്വേഷനിലുള്ള nth ടേം കണ്ടുപിടിക്കാനുള്ള ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു എത്ര കിട്ടും? x2 മൈനസ് x1 കിട്ടും. ഓക്കെ. അപ്പോൾ x2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 മൈനസ് x1 എന്ന് പറഞ്ഞാൽ 3, എത്ര കിട്ടും? 2 കിട്ടും. അപ്പോൾ കോമൺ ഡിഫറൻസ് കിട്ടി എത്രയാണ്? 2. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ nth ടേം കണ്ടുപിടിക്കാം. അപ്പോൾ xn ഇസ് ഈക്വൽ ടു nth ടേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വരും? a എത്രയാണ്? 2 ആണ്. 2n പ്ലസ് b എത്രയാണ്? b എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ് ആണ്. ഫസ്റ്റ് ടേം എത്രയാണ് നമുക്ക് കിട്ടിയേക്കണത്? 3 ആണ്. 3 മൈനസ് കോമൺ ഡിഫറൻസ് 2 ആണ് ഈക്വൽ ടു 1. ഓക്കെ. അപ്പോൾ 2n പ്ലസ് 1 കിട്ടും b എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതാണ് nth ടേം. അപ്പോൾ ഇതിലൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്ത്? സമ്മിൻ്റെ ഇക്വേഷനാണ്, nth ടേമിൻ്റെ ഇക്വേഷനാണ് തന്നേക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് 1 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സമ്മിൻ്റെ ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും ഒക്കെ കണ്ടുപിടിക്കാൻ. പക്ഷേ സമ്മിൻ്റെ ഇക്വേഷൻ തരുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? സമ്മാണ് കിട്ടുന്നത്. ഫസ്റ്റ് ടേം എസ്സിന് 1 കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടേമിൻ്റെ സമ്മ് മാത്രം, അതായത് ഫസ്റ്റ് ടേമിൻ്റെ സമ്മ് ഇല്ല, ആകെ ഒരു ടേമേ ഉള്ളൂ. അതുകൊണ്ടിട്ട് നമുക്ക് ഫസ്റ്റ് ടേം വിഷയമില്ല, നമുക്ക് അതുപോലെ തന്നെ നമുക്ക് കിട്ടി. പക്ഷേ S2 കണ്ടുപിടിക്കുമ്പോൾ എന്താണെന്ന് നമുക്കറിയാം. S2 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം പ്ലസ് സെക്കൻഡ് ടേം ആണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഫസ്റ്റ് ടേമിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സെക്കൻഡ് ടേം കണ്ടുപിടിക്കാം. അതിനുശേഷം എന്ത് ചെയ്യുക? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. അതിനുശേഷം nth ടേമിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, n സ്ക്വയർ പ്ലസ് n. അപ്പോൾ ഇതിൽ സമ്മാണ് തന്നേക്കണത്, SN ആണ് തന്നേക്കണത് 2n സ്ക്വയർ പ്ലസ് n എന്നുള്ളത്. ഓക്കെ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്?
എക്സ് എൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ് എൻ ഇസ് ഈക്വൽ ടു എ എൻ പ്ലസ് ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. nth ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. സമ്മ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാം. സമ്മിൻ്റെ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മ് S1 കണ്ടുപിടിച്ചാൽ നമുക്ക് ഫസ്റ്റ് ടേം തന്നെ കിട്ടും. 2 × 1² പ്ലസ് 1. ഓക്കെ, എന്നിന് സ്ഥാനത്തൊക്കെ 1 കൊടുത്തു. അപ്പോൾ 2 × 1² എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 1 ഈക്വൽ ടു 2 പ്ലസ് 1 3 കിട്ടും. എന്ത്? S1, അതായത് ഫസ്റ്റ് ടേം അല്ലേ. ഫസ്റ്റ് ടേം x1 നമുക്ക് 3 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് ടേം കണ്ടുപിടിക്കാം. സെക്കൻഡ് ടേം കണ്ടുപിടിക്കാനായിട്ട് സമ്മിൻ്റെ S2 എടുത്ത് നോക്കാം. അതായത് സമ്മിന് എന്നിൻ്റെ സ്ഥാനത്ത് 2 കൊടുത്ത് നോക്കാം. 2 × എന്നിന് 2 കൊടുക്കുമ്പോൾ 2² പ്ലസ് 2. അപ്പോൾ 2 × 4, 2ൻ്റെ സ്ക്വയർ 4 പ്ലസ് 2 വിച്ച് ഇസ് ഈക്വൽ ടു 2 4s are 8 പ്ലസ് 2, അതായത് 10 കിട്ടും. അപ്പോൾ ഈ 10 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, x1 പ്ലസ് x2 ആണ്. സമ്മാണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x1 നമുക്കിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ്? x1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, 3 ആണ്. അപ്പോൾ x2 എത്രയായിരിക്കും? 7 ആയിരിക്കും. ഓക്കെ, അപ്പോൾ x1ഉം x2ഉം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. അതായത് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം 7 - 3 എത്ര കിട്ടും? 4 കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടി, ഫസ്റ്റ് ടേമും കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇക്വേഷനിൽ നമുക്ക് nth ടേം കണ്ടുപിടിക്കാം. അപ്പോൾ nth ടേം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എയും ബിയും കണ്ടുപിടിക്കണം. എ ഇസ് ഈക്വൽ ടു എന്താണ്? കോമൺ ഡിഫറൻസ് ആണ് അല്ലേ, അതായത് എത്രയാണ്? 4 ആണ്. ഇനി ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ് ആണ്. അതായത് ഫസ്റ്റ് ടേം എത്രയാണ്? 3 ആണ്. 3 - 4 ആണ്. അതായത് വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്തിട്ട് വലുതിൻ്റെ സൈൻ. 4ൽ നിന്ന് 3 മൈനസ് ചെയ്യുമ്പോൾ 1, വലുതിൻ്റെ സൈൻ മൈനസ്. അപ്പോൾ ഇത് നമുക്ക് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? എ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4n പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എത്രയാണ്? -1. അപ്പോൾ എന്ത് വരും? 4n. ഇവിടെ 2 സൈൻ ഉണ്ട്, പ്ലസ് മൈനസ് മൈനസ്. 4n - 1 എന്ന് വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, n² - 2n Sn is equal to. അപ്പോൾ നമുക്കിത് ചെയ്യുന്ന ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാം. 1² - 2n, അതായത് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? S1 ആണ് അല്ലേ. 2 × 1 വരും, അതായത് 1 - 2. 1 - 2 എന്ന് പറഞ്ഞാൽ -1. ഓക്കെ, ഇനി നമുക്ക് S2 കണ്ടുപിടിക്കാം. അതായത് എന്നിന് 2 കൊടുക്കുക. 2² - 2 × 2, അതായത് 4 - 4 കിട്ടും, അതായത് 0 കിട്ടും S2 എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് കോമൺ ഡിഫറൻസ്, അതായത് ഇതിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ മുമ്പ് നമുക്ക് x2 കണ്ടുപിടിക്കണം അല്ലേ. x1 പ്ലസ് x2 ആണ് എന്ത്? 0 അല്ലേ. അപ്പോൾ ഇതിൽ x1 എത്രയാണ്? -1 ആണ്. അതായത് -1 പ്ലസ് x2 ആണ് എന്ത്? 0 എന്ന് പറയുന്നതിൽ. അപ്പോൾ x2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? -1 അപ്പുറത്തോട്ട് പോകുമ്പോൾ +1. 0 + 1, അതായത് 1. ഓക്കെ, അപ്പോൾ ഒരെണ്ണം -1 ആണെങ്കിൽ 0 കിട്ടണമെന്നുണ്ടെങ്കിൽ മറ്റേത് എന്തായിരിക്കും? +1 ആയിരിക്കും എന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ x1 എത്ര കിട്ടി? -1. x2 എത്ര കിട്ടി? +1 കിട്ടി. അപ്പോൾ ഇതിൽ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. x2 - x1. x2 എത്രയാണ്? 1 ആണ്. മൈനസ് x2 മൈനസ് S1 എത്രയാണ്? -1 ആണ് അല്ലേ. അതായത് 1 നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ്, 2 ഒരേ സൈൻ തന്നെയാണെങ്കിൽ പോസിറ്റീവ്. 1 2. അപ്പോൾ കോമൺ ഡിഫറൻസ് എത്ര കിട്ടി? 2 കിട്ടി. ഇനി നമുക്ക് എന്താണ് ഇക്വേഷൻ? xn is equal to an plus b ആണ്. അതായത്
എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് കോമൺ ഡിഫറൻസ് ആണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ആണ്. 2n പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ് ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -1 ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ്, അതായത് ഫസ്റ്റ് ടേം -1 ആണ്, മൈനസ് കോമൺ ഡിഫറൻസ് എത്രയാണ് 2. രണ്ടിൻ്റെയും സൈൻ ഒന്നാണ് അല്ലേ, 1നും നെഗറ്റീവാണ് 2നും നെഗറ്റീവാണ്. ഒരേ സൈൻ വന്നാൽ പ്ലസ് ചെയ്തിട്ട് അതേ സൈൻ 2 + 1 3, അതേ സൈൻ എന്ന് പറയുമ്പോൾ -3. ഓക്കെ, അപ്പോൾ 2n പ്ലസ് -3 വരും ഇവിടെ ബിക്ക് വരും. അപ്പോൾ 2n പ്ലസ് ഇൻറ്റു മൈനസ് -3, 2n - 3 വരും.